ഉസ്ബെക്കിസ്ഥാനിൽ കൊല്ലപ്പെട്ട മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയായ ഹരിപ്പാട് സ്വദേശിനി സാവരിയ ബസന്തിന്റെ കൊലക്കേസ് അന്വേഷണം CBIക്ക് വിടണമെന്ന് BJP. ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചതിലൂടെ മലപ്പുറം സ്വദേശിയായ പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് BJP ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ സന്ദീപ് വാചസ്പതി ചൂണ്ടിക്കാട്ടുന്നു. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥി ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തീർത്തും അതൃപ്തിയാണ് പൊതുവിൽ നിലനിൽക്കുന്നത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഇതിൻ്റെ അന്വേഷണം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. ഇവിടെ BJPയുടെ നിലപാട് എന്താണെന്ന് നമുക്ക് BJPയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതിയോട് ചോദിക്കുക. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അത് എത്രത്തോളം ഉസ്ബെക്കിസ്ഥാനിലെത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും യഥാർത്ഥ പ്രതിയെ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവത്തെ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ അതിനെ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെ ഈ അന്വേഷണത്തോട്, ഈ സംഭവത്തോട് സർക്കാരിന് എത്രമാത്രം പരിഹാസ്യമായ രീതിയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മനസ്ഥിതിയാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. കാരണം ക്രൈംബ്രാഞ്ച് പോലൊരു ഏജൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരള പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥന്മാരാണ് ക്രൈംബ്രാഞ്ചിലുള്ളത്. അവരെക്കാൾ അല്പം കൂടി സമർത്ഥന്മാരാകാം. ക്രൈംബ്രാഞ്ചിൻ്റെ നിയമപരമായ ഘടന അനുസരിച്ച് വേണമെങ്കിൽ കേരള പോലീസിനേക്കാൾ അല്പം കൂടി സമഗ്രമായി അന്വേഷിക്കാൻ പറ്റും എന്നതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര മാനങ്ങളുള്ള നമുക്കറിയാം ഇതിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ്, ഇതിൻ്റെ FIR രജിസ്റ്റർ ചെയ്തിപ്പെട്ടിരിക്കുന്നത്, FIS റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, മുഴുവൻ കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം നടന്നിരിക്കുന്നത് എല്ലാം വിദേശത്താണ്, പ്രതി വിദേശത്താണ് ഉള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരള ക്രൈംബ്രാഞ്ചിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന ഈ വിഷയത്തോട് പുലർത്തുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിഹാസ്യമായ നിലപാടാണിത്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ്. കാരണം CBIക്ക് മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഇടപെടാനുള്ള നിയമപരമായ അധികാരമുള്ളൂ. ഇന്റർപോളുമായി ഇന്ത്യയിൽ സഹകരിക്കുന്ന ഒരു ഏജൻസി CBI ആണ്. അപ്പോൾ സ്വാഭാവികമായും CBIക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെയുള്ള അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കാനും അവരുടെ ഫയലുകൾ വിളിച്ചു വരുത്തി നോക്കാനും ഒക്കെയുള്ള അധികാരം നിയമപരമായുള്ള CBIക്ക് മാത്രമാണ്. കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് എന്താ അധികാരമാണ് ഉള്ളത്? ഒരു സംസ്ഥാനത്തിന് മറ്റൊരു രാജ്യത്ത് പോയി കേസ് അന്വേഷിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ടോ? അപ്പോൾ ഇത് തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി സംശയിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ കൊലപാതകത്തിൻ്റെ ഒരു സ്വഭാവം, അതിനുശേഷം ഉസ്ബെക്കിസ്ഥാനിലെ അന്വേഷണ ഏജൻസി സ്വീകരിച്ചിട്ടുള്ള സമീപനങ്ങളും തൊണ്ടിമുതലുകൾ ഇവിടേക്ക് കൊടുത്തു വിടുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികൾ ഈ കേസ് ഒതുക്കാൻ വേണ്ടി ബന്ധുക്കളെ സമീപിക്കുന്നു. അപ്പോൾ ഇതിൽ എത്രത്തോളം ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട്? അവിടേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിലുള്ള മുസ്ലിം ലീഗിൻ്റെ ഒരു സ്വാധീനവും ഇടപെടലും ഇത് എല്ലാം ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സമീപനവും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതല്ലേ? കാരണം തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു അന്വേഷണത്തെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ നമ്മൾ ആളല്ല. ഒന്നാമത്തെ കാര്യം, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുന്നു. നമ്മൾ അത്തരത്തിലുള്ള കമൻറ്റ് നടത്തിക്കൂടാ. നമുക്കറിയുകയുമില്ല ഉസ്ബെക്കിസ്ഥാനിലെ സംഭവ വികാസങ്ങളെപ്പറ്റി. എന്തായാലും ഈ സാവരിയുടെ ബന്ധുക്കളും അമ്മയും ഒക്കെ പറഞ്ഞത് ഉസ്ബെക്കിസ്ഥാനുള്ള ഇന്ത്യൻ എംബസി വളരെ സഹായകരമായ നിലപാട് സ്വീകരിച്ചെന്നും അവർക്ക് വേണ്ട എല്ലാ സഹായവും അവിടെ ചെയ്തു കൊടുത്തത് എംബസിയാണെന്ന് പറയുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി എംബസിയുടെ ഒരു മോണിറ്ററിങ് അന്വേഷണത്തിലുണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി അതെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ചയുണ്ടായാൽ അത് ഇടപെടാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാണ്. അവരത് ചെയ്യുകയും ചെയ്യും. പക്ഷേ നമുക്ക് ഇതിനോട് എങ്ങനെയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം പ്രതികരിച്ചത് എന്നുള്ളതാണ് സത്യത്തിൽ നമ്മെ ഭയപ്പെടുത്തുന്നത്. എന്തൊരു മൗനമാണ് കേരളത്തിന്! ഇങ്ങനെയാണോ കേരളം സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്? ഉത്തരേന്ത്യയിൽ ഒരു തെരുവുനായ മരിച്ചാൽ പോലും ഇവിടെ എത്ര മുറവിളി കൂട്ടുന്ന നേതാക്കന്മാരാണ് ഉള്ളത്? അതിനെല്ലാത്തിനും ഭാരതീയ ജനതാ പാർട്ടി ഉത്തരം പറയണം. ഉത്തരേന്ത്യയിൽ തെരുവുനായ ചത്താൽ പോലും അത് അവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഹിന്ദു RSSൻ്റെ ഫാസിസമാണ് എന്നൊക്കെ തെരുവിൽ വന്ന് വലിയ വായിൽ നിലവിളിച്ച ഒരാളുടെ പോലും ഒരു ഞരക്കം പോലും ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ. എന്താ കാരണം? ഈ ഒരു മൗനം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതോ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സമുദായം രണ്ടാംകിട പൗരന്മാരാണ് എന്നിവർ തീർപ്പ് കൽപ്പിച്ചോ? അപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ രണ്ടാംകിട പൗരന്മാരായി പരിഗണിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഒരു വീട്ടിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെയോ ഹിന്ദു ഐക്യവേദിയുടെയോ നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തിയാൽ അവിടെ പോയിട്ടുള്ളത് സ്ഥലം MLA എന്ന നിലയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല അവിടെ പോയിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ്, അല്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടന്നൊരു സംഭവത്തിൽ അദ്ദേഹം അവിടെ പോയിട്ടുണ്ട്. ഒഴിച്ചു നിർത്തിയാൽ ആകെ പോയത് SNDP യോഗത്തിൻ്റെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരാളുമില്ല ഇവിടെ? എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം, ഇവിടെ നോർക്ക എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്.
എവിടെ നോർക്ക പോയത്? ഇന്നലെ നമ്മുടെ വിയറ്റ്നാമിൽ ബോട്ട് അപകടത്തിൽ കൊട്ടാരക്കര സ്വദേശികളടക്കം മരിച്ചിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട PC വിഷ്ണുനാഥിൻ്റെ ഒരു പ്രതികരണം കാണുകയുണ്ട്. നോർക്ക മൃതദേഹം ഏറ്റുവാങ്ങും, സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി പോകുമെന്ന്. ഈ സാവേരിയുടെ വിഷയത്തിൽ എന്താണ് നോർക്ക റൂട്ട്സ് ഇടപെടാതിരുന്നത്? പ്രതിക്ക് വേണ്ടി നിയമസഹായം ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഞാൻ പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ ചിറ്റപ്പൻ അയാൾ ദുബൈയിൽ നിന്നും അയാളുടെ സ്വന്തം ചെലവിൽ അവിടെ എത്തി, ഒരു പരിചയമില്ലാത്ത നാട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ നമ്മൾ കേട്ടാൽ വളരെ ഹൃദയഭേദകമാണ്. ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല സഹായത്തിന്. ആ മൃതദേഹത്തെ പുതപ്പിക്കാൻ ഒരു തുണി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ആ മൃതദേഹം ഇവിടെ കൊണ്ടുവന്നത്. എന്താണ് സാവരിയുടെ കുടുംബം സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും ക്രൂരത ചെയ്ത ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണോ അത്? ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ തീവ്രവാദം നയിച്ച തീവ്രവാദിയുടെ മൃതദേഹമല്ലല്ലോ. ഈ രാജ്യത്ത് ഇന്നലെ വരെ, ഒരു വർഷം വരെ താമസിച്ച ഒരു കുഞ്ഞ് അവിടെ പഠിക്കാൻ പോയതല്ലേ. ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാരിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഇത് വളരെ ശക്തമായ പൊതു വികാരം ഉണർന്നു വരേണ്ടതാണ്. ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പ്രതികരിക്കും. ഇത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തോട് സംസ്ഥാന സർക്കാർ പുലർത്തുന്ന മനസ്ഥിതിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അവർ രണ്ടാംകിട പൗരന്മാരാണ്, അവർക്ക് എന്ത് സംഭവിച്ചാലും ആരും ചോദിക്കേണ്ടതില്ല എന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം BJP ഉയർത്തും. ഇതോടൊപ്പം തന്നെ ഈ കുടുംബം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിന് വേണ്ടി സമീപിച്ചിട്ടുണ്ട് BJP എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിലേക്ക് ഉണ്ടാകുമോ? ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട് സന്ദർശിച്ചിരുന്നു. ബഹുമാന്യ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ K. സോമൻചേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലെത്തിയപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ മന്ത്രിയെ കാണാനുള്ള സൗകര്യമടക്കമുള്ള കാര്യങ്ങൾ BJPയുടെ ജില്ലാ ഘടകവും സംസ്ഥാന ഘടകവും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇപ്പോൾ വിദേശത്തുള്ള ബഹുമാന്യ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം അവിടെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ വാർത്തകൾ കൂടുതൽ നമുക്ക് കിട്ടും. അതുതന്നെയാണ് സാവരിയുടെ മരണവുമായി, കൊലപാതകവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് സർക്കാർ തീരുമാനമെടുക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ BJP കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. സാവരിയ ബസന്തിന്റെ കൊലപാതകം CBI തന്നെ അന്വേഷിക്കണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്.